ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ ഒരു കുഞ്ഞ് ക്ലീനിങ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീടിനകത്ത് ഒരു നല്ല പോസിറ്റിവിറ്റി ഉണ്ടാകുന്നത് നല്ലതല്ലേ? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നമ്മുടെ ജോലികൾ എളുപ്പത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഫുഡൊക്കെ നേരത്തെ സെറ്റാക്കി. അതിനുശേഷം കിച്ചൺ ടോപ്പ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. മിക്സിയും മറ്റും നേരത്തെ തുടച്ചു മാറ്റി വെച്ചിരുന്നു. അവിടുത്തെ സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം സ്റ്റൗ നല്ലവണ്ണം തുടച്ച് പൊടികളെല്ലാം മാറ്റിയെടുക്കാം. സിങ്കിലെ പാത്രങ്ങളെല്ലാം നല്ലവണ്ണം കഴുകി എടുക്കാം. അതുമെല്ലാം കഴുകി എടുത്തതിന് ശേഷം സിങ്കും ടോപ്പും സ്റ്റൗവും എല്ലാം നല്ലവണ്ണം ഒന്ന് കഴുകി തുടച്ച് ഉണക്ക തുണി കൊണ്ട് തുടച്ചെടുക്കാം. എന്താ ഒരു വൈബല്ലേ! ഇത്രയുമായപ്പോൾ കിച്ചണിലെ ജോലികൾ കഴിഞ്ഞു. അടുത്തത് ലിവിങ് റൂമിലെ ടീപ്പോ നമുക്ക് വൃത്തിയാക്കി ഇടാം. അതും എന്നും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിലെ സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം കോലിനൊഴിച്ച് ഒരു പേപ്പർ കൊണ്ട് തുടച്ചെടുക്കാം. പേപ്പർ കൊണ്ട് തുടയ്ക്കുമ്പോൾ ഗ്ലാസ് നല്ല ഗ്ലൈസിങ് കിട്ടും. എന്നിട്ട് ഒരു ഉണക്ക തുണി കൊണ്ട് തുടച്ച് മാറ്റിയതിന് ശേഷം അടുത്തത് നമുക്ക് ടേബിൾ തുടയ്ക്കാം. പ്രത്യേകിച്ച് ഡൈനിങ് ടേബിൾ. അതിൽ പാത്രങ്ങളും ബുക്കുകളും മറ്റും ഒരുപാട് കിടക്കും. അതെല്ലാം നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി എടുക്കാം. ഡെയിലി ഞാനിവിടെ തുടയ്ക്കുന്നത് കൊണ്ട് എനിക്കധികം പൊടിയൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം എന്നും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വാഷ് ബേസിൻ വൃത്തിയാക്കുക എന്നുള്ളത്. ഇതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോഴുള്ള ഒരു വൈബുണ്ടല്ലോ, ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു.